പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബത്തിൻ്റെ അനുഭവം അവരുടെ പ്രതികൂലത്തിൽ പ്രാർത്ഥനയിലൂടെ എങ്ങനെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തെ തരണം ചെയ്തു, ഈ ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിജി, കോടപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞിനെ 7 മാസം ഗർഭിണിയായിരുന്നപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് അനക്കമില്ലാതാവുകയും തുടർന്ന് കുഞ്ഞിനെ 5 ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ യാതൊരു പ്രതീക്ഷയും വെക്കണ്ട, കുഞ്ഞിനെ കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പോൾ വലിയ നീരൊക്കെ വെച്ച് ഒരു കുഞ്ഞിനെ കിട്ടി. കുഞ്ഞ് കരയുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ദൈവമേ, വളരെ ധൈര്യമായ പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ നീരെല്ലാം വെച്ച് അനക്കമില്ല, ശബ്ദമില്ല, അങ്ങനെ കുഞ്ഞിനെ കിട്ടി. അങ്ങനെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി 17 ദിവസം വെന്റിലേറ്ററിൽ കിടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് കിട്ടിയാൽ തന്നെ മന്ദബുദ്ധിയായിരിക്കും, കുഞ്ഞിന് പിന്നെ ചെവിക്ക് കുഴപ്പമുണ്ടായിരിക്കും, കണ്ണ് കാണുകയില്ല, അനങ്ങാതെ കിടക്കുകയേ ഉള്ളൂ, കുഞ്ഞിന് ഒരു പ്രതീക്ഷയും നിങ്ങൾ വെക്കണ്ട. ഒരു വെജിറ്റേറ്റീവ് ലൈഫ്, ഒന്നും അനങ്ങൊന്നുമില്ല, ഇങ്ങനെ വെണ്ടയ്ക്കായും പാവയ്ക്കായും കിടക്കണമാതിരി ഇങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു വിട്ട്. അങ്ങനെ അവിടുന്ന് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവർ പറഞ്ഞു, നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഒരു കാര്യവും ഇല്ല, 45 ദിവസത്തിൽ കൂടുതൽ കുഞ്ഞ് ജീവിച്ചിരിക്കുകയൊന്നുമില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ചിറ്റാരിക്കാല് കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചിറ്റാരിക്കാൽ നമ്മൾ ആ തോമാപുരം, ഗംഭീര ഒരു കൺവെൻഷൻ, തോമാപുരം, ചിറ്റാരിക്കാൽ, പാലാവയൽ. ആ കൺവെൻഷനിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കരളിന് കംപ്ലൈൻ്റ് ആണ്, കരൾ മാറ്റി വയ്ക്കണം, 20 ലക്ഷം രൂപ ചിലവാകും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇർക്കിലി പോലെ 2 കാലും 2 കൈയും, വലിയ ഒരു വയറും, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബുക്കിളും, വലിയ ബുക്കിളായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഒരു സ്ഥിതി ശരിക്കും നേരിട്ട് കണ്ടത് നമ്മൾ മനസ്സിൽ നിന്ന് മായില്ല, അതേമാതിരി ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിനെന്ന് സാക്ഷികൾ പറയുകയാണ്. അത് ഞായറാഴ്ച ഞങ്ങൾ ശാലോമിൽ അഭിഷേകാഗ്നി കൂടുകയും ആരാധനയുടെ സമയത്ത് ഈശോയുടെ തൊട്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ അവസരത്തിൽ എല്ലാ 15 ദിവസം കൂടുമ്പോഴും നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 15ാമത്തെ ദിവസം ഞങ്ങൾ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ വയറെല്ലാം ചുരുങ്ങി, ബുക്കുകളെല്ലാം വളരെ ചുരുങ്ങിയിരിക്കുന്നു. കുഞ്ഞിന് 1/2 കിലോ തൂക്കവും കൂടി. ഡോക്ടർക്ക് വലിയ സന്തോഷമായി. വീണ്ടും 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ വരണം എന്ന് 15 ദിവസം എന്നുള്ളത് 1 മാസത്തേക്ക് മാറ്റി. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിന് കുറേയും കൂടെ ആ ഡോക്ടർ പറഞ്ഞു, തൈറോസിനിമിയ എന്നൊരു രോഗമാണ്. ഇന്ത്യയിൽ
2 or 3 പേർക്ക് മാത്രമേ ഈ രോഗമുള്ളൂ. അതിന് മരുന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. 100 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ ആകെ 2 പേർക്ക് 3 പേർക്ക് വരുന്ന പ്രത്യേക ഒരു റയർ രോഗമാണിതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ അവസരത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊച്ചിന് വീട്ടുമാമോദീസ എല്ലാം കൊടുത്തു. കൊച്ചിനെ കിട്ടുകയില്ല എന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നും എല്ലാ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണും. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞിനെ 2 മാസം മുമ്പ് 15 ദിവസം എന്നുള്ളത് വീണ്ടും 3 മാസത്തേക്ക് നീട്ടി തന്നു. അങ്ങനെ 3-ാം മാസം വീണ്ടും കുഞ്ഞിനെ 3 മാസം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ ആദ്യം കാണിച്ച മെയിൻ ഡോക്ടറെ തന്നെ കാണിക്കണം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഈ റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് മെയിൻ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ അത്ഭുതത്തോടെ പറഞ്ഞു, ആ കുഞ്ഞ് തന്നെയാണോ ഇത്? ദൈവമേ, ഡോക്ടർക്ക് അത്രയും അത്ഭുതമായി. ഡോക്ടർ ചോദിക്കേ, ഇത് ആ കുട്ടി തന്നെയാണോ ഈ കുട്ടി? അതേപോലെ ഡോക്ടർക്ക് ഒരു അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഡോക്ടർ ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി. കുഞ്ഞിനിപ്പം ആന്തരിക കരളിനോ കണ്ണിനോ ചെവിക്കോ ഹൃദയത്തിനോ ഒന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല. ഇനി കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചികിത്സ ഈ കുട്ടിക്ക് ആവശ്യമില്ല. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്, നല്ല ആരോഗ്യമുള്ള സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ആരോഗ്യം. നോക്കി, നമ്മുടെ പഴയ കാലത്ത് അമ്മച്ചിമാരെ പോലെ പ്രാർത്ഥിച്ച് ആയുസ് കൊടുക്കുന്ന അമ്മച്ചിമാർ ഇക്കാലത്ത് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഇതുപോലെ നേർന്ന് പ്രാർത്ഥിച്ചും ക്രിസ്ത്യാനികളുടെ നേർച്ച, വേളാങ്കണ്ണി മാതാവിന്റെ നേർച്ചയൊക്കെ നേർന്നാണ് ഇതേപോലെ പല ആളുകളും മരണത്തിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് ഇവർ സന്തോഷത്തോടെ യേശുവിന്റെ നാമത്തെയാണ് ഇവർ മഹത്വപ്പെടുത്തുന്നത്. എത്ര അത്ഭുതം ചെയ്തത്! ഒരു കേടുമില്ല. കംപ്ലീറ്റ്ലി ഹെൽത്തിയായ, കംപ്ലീറ്റ് ആയിട്ട് ക്യൂറിങ് സൗഖ്യം പ്രാപിച്ച ഒരു കുഞ്ഞിനെയാണ് ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലവൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലവൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. വന്നിടുമോ പിന്നെ ഭയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പാട്ടുപാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അതിനു മുമ്പ് 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ജീവിക്കുന്ന കർത്താവിന്റെ സ്തുതി, മഹത്വം, സർവ്വമഹത്വം എൻ്റെ യേശുവിന്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആരൊക്കെ എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കൈയടിച്ച് കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരൊക്കെ എതിരു നിൽക്കും? വലിയ സന്തോഷം. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. രക്ഷിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങ് ആരാധിക്കുമ്പോൾ അങ്ങ് കൃപ വർഷിക്കണം കർത്താവേ. സകല കുടുംബങ്ങൾ ഉണർത്തണമേ. എല്ലാ ദൈവമക്കളും സന്തോഷിച്ച് കൈയടിച്ച് ആരാധിക്കുന്നു. നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവൻ കണ്ണെ തുടക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. സഹനത്തിൻ നടുവിൽ
യേശുവൻ കണ്ണെ തുടയ്ക്കും. യേശുവിൻ വചനത്തിനാ എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. യേശുവിൻ വചനത്തിനാ എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമിൽ കരുതും. വൈരികളൊന്നാൽ എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരമിൽ കരുതും. വൈരികളൊന്നാൽ എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദയവേത് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുക. ജീവിതമാണ്, ഈ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാവും. ജീവിതമാണ്, ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും വൈരികളും ശത്രുക്കളും എതിർപ്പുകളും അന്ധകാര പീഡകളും എല്ലാം ഉണ്ടാവും. പ്രതികൂലത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുന്നൊരു പ്രത്യേകത, അച്ഛൻ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, പലതരത്തിലുള്ള ശുശ്രൂഷകൾ, പലതരത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ മുട്ടുമേൽ നീന്തി കുരിശിൻ്റെ വഴി ചെയ്ത് പ്രാർത്ഥിക്കുക. വിവിധങ്ങളായ വിധത്തിലുള്ള പ്രാർത്ഥനകളിൽ ആശ്രയിക്കുക. പ്രാർത്ഥിച്ച് 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 പ്രതികൂലത്തിൻ്റെ മുകളിൽ കയറി ചവിട്ടി നിൽക്കുന്ന അച്ഛനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസൺ അച്ഛൻ തന്നെ പ്രതികൂലത്തിൽ പ്രാർത്ഥിച്ച് എങ്ങനെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഭവത്തോടെ ധൈര്യമായി മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞെരുക്കങ്ങളിലും സഹനങ്ങളിലും വേദനയിലും രോഗത്തിലും കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവോത്തരം നൽകും. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതം വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് ഉത്തരമരുളും. പ്രിയപ്പെട്ട സഹോദരൻ, ഈ കാലഘട്ടങ്ങളിൽ അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയുള്ളൊരു കാര്യമാണ്, ഏത് കാര്യത്തിനും പ്രാർത്ഥനയിലൂടെ തീർച്ചയും തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം അത്രയേറെ സ്നേഹസമ്പന്നനും നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവുമാണ് നമ്മുടെ രക്ഷകനായ ഈശോ. ആ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യേശയ്യ പ്രവാചന പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 19-ഉം 20-ഉം തിരുവചനങ്ങളോട് പറയുന്നത് എങ്ങനെയാണ്? ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം വരുള്ളൂ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കർത്താവ് ക്ലേശത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും സാമ്പത്തിക ബാധ്യതയുടെയും ഒരു സമയം നിനക്ക് തന്നാലും കർത്താവ് നിന്റെ മേൽ കരുണ കാണിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു മല ഉണ്ടെങ്കിൽ ആ മലക്കപ്പുറത്ത് ഒരു ഇറക്കം, ഒരു താഴ്വരയുള്ളതുപോലെ നമ്മുടെ സഹനത്തിൽ
ദൈവം ഒരു നന്മ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പലരും പല സാക്ഷ്യങ്ങൾ അച്ഛൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സാക്ഷ്യം പറയുന്ന ഇപ്രകാരം ഞാൻ കേട്ടു. ഒരു മനുഷ്യന് ജീവിതത്തിൽ 30 വർഷത്തോളമായി 35 വർഷത്തോളമായി ഒരു വീടിന് വേണ്ടി ദാഹിക്കുകയാണ്. ഒരു വീടിന് വേണ്ടി ദാഹിച്ചു. വാടക വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ പറക്കി കൂട്ടിപ്പിടിച്ചും എല്ലാം ഒരു വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കണം മരിക്കുന്നതിന് മുമ്പ്. ആ മനുഷ്യൻ്റെ ആഗ്രഹം. അങ്ങനെ ആ മനുഷ്യൻ ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കും. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ രോഗമോ മറ്റേതെങ്കിലും തടസ്സങ്ങൾ വന്ന് ആ പൈസ എല്ലാം ചിലവാകും. അങ്ങനെ ജീവിതത്തിൽ ഭവനമില്ലാതെ വേദനിച്ച് ഈ മനുഷ്യൻ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വട്ടായലിച്ചിന് ശുശ്രൂഷ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഇരട്ടിയുള്ളത് ഈശോയോട് ചോദിക്കുക, ആ ദൈവം നിനക്ക് നൽകും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, വാങ്ങിക്കാൻ പൈസ ഇല്ല, കയ്യിൽ ഒരു നയാ പൈസ ഇല്ലായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്. നീ പ്രാർത്ഥിക്കുക. ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു. ബാംഗ്ലൂരാണ് സ്ഥലം. വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തി. ശനിയാഴ്ച 12 മണിയായപ്പോൾ ആ മനുഷ്യന് ഒരു വീട് കർത്താവ് കൊണ്ട് കൊടുക്കുകയാണ്. അത് നിസ്സാര വീടല്ല, 2.5 കോടി രൂപ വിലയുള്ള വീട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മനുഷ്യൻ പറയാണ്, ഇപ്പോഴും ഈ വീടെൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോഴും എനിക്കറിയത്തില്ല എങ്ങനെ എൻ്റെ കർത്താവ് ഈ വീട് എനിക്ക് നൽകിയെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് അത്ഭുതകരമായി കർത്താവ് ഇടപെടും. അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ കണ്ണുനീരും അവൻ്റെ വേദനയും കർത്താവിനറിയാം. ഞാനും നിങ്ങളും അറിയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ വേദന കർത്താവിനറിയാം. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ തിരുലിഖിതം. വിളിക്കും മുമ്പേ ഉത്തരമരുളുന്നവനും പ്രാർത്ഥിച്ച് തീരും മുമ്പേ കേൾക്കുന്നവനുമാണ് എൻ്റെ ദൈവം. വിളിക്കും മുമ്പേ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീർന്ന് നീ അവ അടയ്ക്കുന്നതിന് മുമ്പ് ദൈവം ഉത്തരമരുളും. അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രാർത്ഥനയും വില കൊടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ ഓർക്കാണ്, എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വിശുദ്ധന്മാരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസ് അസീസി, ഈ 2 വിശുദ്ധന്മാരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു, ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം എനിക്കൊന്ന് കാണണം. കുഞ്ഞുനാളുകളിൽ ആഗ്രഹമാണ്. അത് സെമിനാരിൽ ചേർന്നപ്പോൾ ഈ ആഗ്രഹം എനിക്ക് ഫിലോസഫി കാലഘട്ടത്തിൽ നേരിട്ട് പോയി ഈ ഫ്രാൻസിസ് സേവിയറിൻ്റെ ആ തിരു ശരീരം ഒന്ന് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു, ഈശോയെ, എൻ്റെ വലിയ ആഗ്രഹമാണ് ഫ്രാൻസിസ് അസീസ് പുണ്യാളനെ എന്ന് കാണാനായിട്ട് ആഗ്രഹിക്കും. എനിക്കത് പറ്റില്ലായിരിക്കും എന്ന് അന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ അതിനെ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് ഇറ്റലിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി 2014 പോകാനായിട്ടുള്ള അവസരം കിട്ടിയത്. അവിടെ പോയി ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് 2 ദിവസം ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതിന് മുമ്പ് ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ഇവിടെ നിന്ന് അടുത്താണെന്ന് കേട്ടു, ഇവിടുന്ന് അടുത്താണ്, കുറച്ച് ദൂരം പോയാൽ മതി അസീസിയിലേക്ക്, എനിക്കൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ആ വിശുദ്ധൻ നടന്ന സ്ഥലം, വിശുദ്ധൻ പ്രാർത്ഥിച്ച സ്ഥലം, വിശുദ്ധൻ മുള്ളിൽ കിടന്ന് ഉരുണ്ട ആ മുൾച്ചെടി, ആ റോസച്ചെടി, ഇതൊക്കെ ഒന്ന് കാണാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അവിടെ ആളുകളോട് ചോദിച്ചു, എങ്ങനെയാണ് പുറത്ത് പോകാൻ പറ്റുക? അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, നീ ഇവിടുന്ന് ബസ്സിൽ കയറി പോയിട്ട് അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരിക. അവിടുന്ന് കുറച്ച് 70-80 കിലോമീറ്റർ അപ്പുറത്താണ്. എനിക്ക് ഇറ്റാലിയൻ ഭാഷ അറിയത്തില്ല, ആരും എൻ്റെ കൂടെ പോരാനില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇത് എൻ്റെ ആഗ്രഹം സാധിക്കുകയില്ല. ഞാൻ വീണ്ടും പള്ളി വരുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ പാരൽ ബോയ് എന്നെ വന്ന് വിളിക്കുകയാണ്, അച്ഛന് ഒരു വിസിറ്ററുണ്ട്. ഞാൻ വിചാരിച്ചു, ഇറ്റലിയിൽ എനിക്കിവിടെ വിസിറ്റർ? അങ്ങനെ ഞാൻ എനിക്കല്ലായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ല, താങ്കൾ ഫാദർ സാംസൺ, ഇന്ത്യയിൽ നിന്ന് വന്ന സാംസനെ കാണാനായിട്ടൊരാൾ വന്നിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് പരിചയമില്ല മനുഷ്യനെ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷ കേന്ദ്രം, ചെത്തിപ്പുഴ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ അളിയനാണ്.
എൻ്റെ അളി എന്നോട് പറഞ്ഞു, ഇവിടെ സംസാരിച്ച മന്ത്രമുണ്ട്, അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്നാണ്. ഇനി അച്ഛന് സമയമുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ എൻ്റെ കൂടെ കൊണ്ടുപോകാം. അസീസിയുടെ അടുത്താണ് എൻ്റെ വീട്. അവിടെ പോയി അച്ഛൻ അസീസി പുണ്യാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവിടെ അടുത്ത് തന്നെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഡെറോത്തി മാതാവ്. ഈ 2 സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ തിരിച്ചു കൊണ്ടുവിടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് അങ്ങയുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മണ്ണിൽ പോയി ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കൂ എന്ന് ഈശോയോട് പറഞ്ഞു തീർന്നില്ല. അപ്പോഴതാ ഒരു ദൈവദൂതനെ പോലെ ഒരു മനുഷ്യനെ ഈശോൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം വാഹനത്തിൽ ആ മനുഷ്യൻ ഡ്രൈവ് ചെയ്ത് 5 മണിക്കൂറത്തെ യാത്രയുണ്ട് അങ്ങോട്ട്. ആ യാത്ര ചെയ്ത് അവിടെ പോയി എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ച് ആ രാത്രിയിൽ ആ മനുഷ്യൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സുരക്ഷിതനായി ഇറ്റലിയിൽ ഞാൻ വസിക്കുന്ന ഭവനത്തിൽ എന്നെ കൊണ്ട് തിരിച്ചു വിട്ടിട്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ പിന്നെ എനിക്ക് ആ മനുഷ്യനോട് യാതൊരു ബന്ധമോ ഇതുവരെ ഫോൺ വിളിയൊന്നുമില്ല, എനിക്കറിയില്ല. ദൈവത്തിൻ്റെ കരുണയുടെ കൈ കർത്താവിനോട് പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ, ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ഉത്തരം നൽകിയ 100 സംഭവങ്ങളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും. അതെന്ത് തന്നെ ആകട്ടെ. ഈ ലോകത്തിൽ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇതെനിക്ക് സാധിക്കുമോ, ഇതെനിക്ക് പറ്റില്ല എന്ന് നമ്മളോട് നമ്മുടെ മനസാക്ഷി പറയും. എന്നാൽ ദൈവം പറയുന്നു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്തും നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവമായ ഈശോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളും രോഗം വന്നാൽ അപ്പോൾ രോഗത്തെയോർത്ത് സങ്കടപ്പെട്ടു പോയി മുറിയിൽ കയറി കഥകടച്ച് മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയല്ല ചെയ്യേണ്ടത്. മരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് വരട്ടെ. പക്ഷേ പ്രാർത്ഥിക്കുക എന്നത് ദൈവജനത്തിന് അവകാശമാണ്, അത് നമ്മുടെ അവകാശമാണ്. എന്താവശ്യമുണ്ടോ അപ്പോൾ തന്നെ കർത്താവിന് വന്ന് മുട്ടുകുത്തിയോ കരിങ്കല്ലിൽ നിന്നോ കരങ്ങൾ വിരിച്ച് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവം അവിടെ ഉത്തരം നൽകും. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 7ഉം 8ഉം തിരുലിഖിതങ്ങൾ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവനാരോ അവന് തുറന്നു കൊടുക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. ചോദിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും മുട്ടുന്നവർക്കും അപ്പോൾ തന്നെ തുറന്നു കൊടുക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ സകല കഴിവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. നീ എത്രമാത്രം മുതലാളിയോ തൊഴിലാളിയോ എന്ന് കർത്താവിന് വ്യത്യാസമില്ല, നീ കറുത്തവനൊന്നും വെളുത്തിനും വ്യത്യാസമില്ല. ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കുന്ന ആരോ അവിടെ കർത്താവിൻ്റെ കൃപയൊഴുകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ വളരാം, ദൈവത്തെ ആശ്രയിക്കാം, ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സങ്കീർത്തന പുസ്തകത്തിൽ 69-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം പറഞ്ഞിങ്ങനെയാണ്, കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. അങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനിലൂടെ കർത്താവ് നമുക്ക് വളരെ അനുഗ്രഹീതമായൊരു സന്ദേശമാണ് നൽകിയത്. ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വഴി ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ ശക്തി പ്രാപിക്കണം. ഒരു കാര്യം ജീവിതത്തിൽ കാര്യങ്ങൾ എത്ര നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ മനസ്സ് വിടരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, രാജേഷ് ജോസഫ് എന്നൊരു കുടുംബത്തിൻ്റെ അനുഭവം. അവർക്ക് 10 വർഷമായിട്ട് മക്കളില്ല. ഡോക്ടർമാർ പറഞ്ഞു IVF അതല്ലാതെ ഒരു വഴിയില്ല, ഒരു നിവൃത്തിയില്ല. അവർ നിരാശപ്പെട്ടില്ല, അവരുടെ വിശ്വാസം കൈവിട്ടില്ല. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. എൻ്റെ പേര് രാജേഷ് ജോസഫ്, കണ്ണൂർ ജില്ലയിൽ ഓടന്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് മക്കളില്ല. അവിടെയുള്ള കുറേ ഡോക്ടർമാരെയൊക്കെ കണ്ടു, ചികിത്സിച്ചു.
IVF അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വട്ടായിലച്ഛൻ്റെ ധ്യാനം കൺവെൻഷൻ ദുബായിലുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ സംബന്ധിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ധ്യാനം കൂടാനും സാക്ഷ്യപ്പെടുത്താനും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു മോനെ ലഭിച്ചു. 10 വർഷം വിവാഹിതരായതിനു ശേഷം 10 വർഷമായിട്ടൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പക്ഷേ കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവചന ഒരു കൺവെൻഷൻ കൂടുമ്പം ഈശോ ഇവർക്കൊരു വഴി ഞങ്ങൾ പറഞ്ഞു. കർത്താവ് കൃപ ചെയ്തു അല്ലേ. പിന്നെ നിങ്ങൾ ധ്യാനം കൂടി ഇവിടെ ധ്യാനം കൂടി പിന്നെ ദൈവം അതാ കുട്ടിയെ കൊടുത്ത് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ച് നോക്കുക. അവരെത്രയോ ചികിത്സിച്ച്, എത്രയോ അന്വേഷിച്ച്, എത്രയോ നടന്നു, നിരാശപ്പെട്ടില്ല. അവർ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. പ്രാർത്ഥിച്ച് ആ പ്രതികൂലത്തെ അവർ തരണം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷയിൽ തോക്കുമ്പോൾ മനസ്സ് മടുക്കരുത്. ഒരു കാര്യം അന്വേഷിച്ച് നടന്നില്ലെങ്കിൽ മനസ്സ് മടുക്കരുത്. ബിസിനസ് ഒന്ന് പരാജയപ്പെട്ടു മനസ്സ് മടുക്കരുത്. കൃഷി ഒരു വട്ടം നശിച്ചു പോയി മനസ്സ് മടുക്കരുത്. പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും അധ്വാനിക്കുക. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥനയുടെ അഭിഷേകം, പ്രാർത്ഥന അനോയിൻറ്റിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ജീവിതം മാറി മറിയും. ഈ സമയത്ത് 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ അങ്ങയുടെ കൃപ ഉന്നതങ്ങളിൽ നിന്ന് വർഷിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 3:27. സ്വർഗത്തിൽ നിന്ന് ദൈവം കൃപ, പ്രാർത്ഥനയുടെ കൃപ ദാനമായി നൽകണം. വിശ്വാസത്തിൻ്റെ കൃപ ദാനമായി നൽകണം. വിശുദ്ധിയുടെ കൃപ ദാനമായി നൽകണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദിവികാരുണ്യ ആശീർവാദ സമയത്ത് ഈശോയെ സ്വർഗത്തിൽ നിന്ന് കൃപ വർഷിക്കണമേ, പ്രാർത്ഥനയുടെ ചൈതന്യം നൽകണമേ. പ്രാർത്ഥന നിർത്തിയവർ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, പ്രാർത്ഥനയുടെ അവിശ്വാസം നിറഞ്ഞവർ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തോന്നണമേ ഈശോയേ, കൃപ തോന്നണമേ ഈശോയേ, കൃപ തോന്നണമേ ഈശോയേ. കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.